ബലാത്സംഗ കേസിൽ മുൻ സർക്കാർ അഭിഭാഷകൻ PG മനുവിന് ജാമ്യം ലഭിച്ചു. ഹൈക്കോടതിയാണ് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. 2 ലക്ഷം രൂപ ബോണ്ടും തത്തുല്യ ആൾജാമ്യവും ഉൾപ്പെടെയാണ് ഉപാധികൾ. ചോറ്റാനിക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. എറണാകുളം സ്വദേശിനിയായ യുവതിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ മുൻ സർക്കാർ അഭിഭാഷകനായ PG മനുവിന് കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. 2 ലക്ഷം രൂപ ബോണ്ടും തത്തുല്യ ആൾജാമ്യം, ചോറ്റാനിക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കാൻ പാടില്ല, എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം എന്നിങ്ങനെയാണ് ജാമ്യ ഉപാധികൾ. അന്വേഷണം പൂർത്തിയായി കേസിൽ കുറ്റപത്രം സമർപ്പിച്ചുവെന്ന് സർക്കാർ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മനുവിന്റെ ജാമ്യഹർജി ഹൈക്കോടതി അനുവദിച്ചത്. ജനുവരി 31-നാണ് PG മനു പോലീസ് മുമ്പാകെ കീഴടങ്ങുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതിയിലെ ജാമ്യഹർജി. ചോദ്യം ചെയ്യലുമായും അന്വേഷണവുമായും സഹകരിച്ചിരുന്നു. ഏത് ഉപാധികളും അനുസരിക്കാമെന്നും PG മനു ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നു. മജിസ്ട്രേറ്റ് സെഷൻസ് കോടതികൾ ജാമ്യഹർജികൾ തള്ളിയതോടെയായിരുന്നു പ്രതി ഹൈക്കോടതിയെ സമീപിച്ചത്. കേസിന്റെ കാര്യങ്ങൾ സംസാരിക്കുവാനായി കടവന്ത്രയിലെ വക്കീൽ ഓഫീസിലേക്ക് വിളിച്ചുവരുത്തി ബലാത്സംഗം ചെയ്തുവെന്ന എറണാകുളം സ്വദേശിനിയുടെ പരാതിയിലാണ് മനുവിനെതിരെ പോലീസ് കേസെടുത്തത്. ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയെന്നും ആരോപണമുണ്ടായിരുന്നു. പരാതിയിൽ ചോറ്റാനിക്കര പോലീസ് കേസെടുത്തതിന് പിന്നാലെയായിരുന്നു സർക്കാർ അഭിഭാഷക സ്ഥാനത്ത് നിന്നും PG മനുവിനെ നീക്കം ചെയ്തത്. ജനം, കൊച്ചി.